എല്ലാവർക്കും എന്നാണ് വിഷയയുടെ സുഖം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റിപ്ലൈ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ശില്പകോചനാണ്. കയ്യിൽ എന്തൊക്കെ സാധനങ്ങളാണ്, കയ്യിലിരിക്കുന്ന സാധനം എന്താണെന്നുള്ളത്. അപ്പം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ കഴിക്കുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് വേറെ 2 പേരും എനിക്ക് PM മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്കും ആ ഒരു കൊതി വരുമ്പോഴാണ് എനിക്ക് ആ ഒരു എന്താ പറയുക, ഞാൻ കഴിക്കുമ്പോൾ നിങ്ങൾക്കും ആ കഴിക്കുന്ന ഒരു ഫീല് കിട്ടണം. അപ്പം ആ ഫീല് കിട്ടുമ്പോഴാണ് ആ ഒരു വീഡിയോ വർക്കാവുന്നത്. അപ്പം ഞാൻ ആ എന്ത് സാധനമാണ് ഞാൻ ഇന്നലെ കഴിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് ഞാൻ അത് ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇത് വീറ്റ് ക്രാക്കേഴ്സ് എന്ന് പറയും. വീറ്റും കൊണ്ടുണ്ടാക്കിയ ഒരുതരം കുക്കി പോലത്തെ ഒരു സംഭവമാണ്. ക്രാക്കറുകളാണ് ഇതൊക്കെ, സേവറി ബിസ്ക്കറ്റ്സുകളാണ്. അപ്പം നമുക്ക് ഇതിന് സ്വീറ്റ്നെസ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പിള്ളേർക്കൊക്കെ നമ്മളങ്ങനെ ചോക്ലേറ്റോ കാര്യങ്ങളൊന്നും അല്ല കൊടുക്കുന്നത്. ഇപ്പം ചെറിയൊരു ഫുള്ളപ്പാവാനും ഒരു വയറൊക്കെ ഫുള്ളപ്പാവാനും ഒരു ചെറിയൊരു സ്നാക്ക്, ചെറിയൊരു നമ്മൾ പറയില്ലേ ഒരു കടിക്കാനൊക്കെ തോന്നുമ്പോൾ ഫ്രിഡ്ജിനകത്തൊക്കെ കയറിയിട്ട് നമ്മളിപ്പോൾ പണ്ടൊക്കെ ഈ ചീസും ബ്രെഡിൻ്റെ അകത്തൊക്കെ ചീസൊക്കെ വെച്ച് കഴിക്കത്തില്ലേ പണ്ട് കുഞ്ഞായിരുന്നപ്പോഴൊക്കെ, ചീസും കുറച്ച് എന്താ പറയുക നമ്മൾ ജാമൊക്കെ കഴിക്കണ മാതിരി നമുക്ക് ഇവിടെ പിള്ളേർക്ക് നമ്മൾ അതൊരു വേറൊരു വെറൈറ്റിയിൽ കൊടുക്കുന്നൊരു സംഭവമാണിത്. ഞാനും കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ വീഡിയോയ്ക്ക് ഞാൻ വെറൈറ്റിക്ക് ചെയ്തതാണ്. അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ഇതുപോലെ വീറ്റ് ക്രാക്കേഴ്സ് എടുക്കുക. ഇതിന് ഞാൻ പറഞ്ഞല്ലോ നോ സ്വീറ്റ് ആണ്. അപ്പോൾ ഈ സംഭവമാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെഡാറിൻ്റെ ചീസാണ്. ഇതൊരു സ്പ്രെഡബിൾ ചീസാണ്. അപ്പം ഇതുപോലുള്ള കോർണിഷ് വാഫേഴ്സ് ഉണ്ട്. ഇതിന് ഭയങ്കര രസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവത്തിലാണ് നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ഇതാണ് സംഭവം. ഇത് ചെഡാറിൻ്റെ ചീസാണ്. ഈ ചെഡാറിൻ്റെ ചീസ് നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടൊമാറ്റോയോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രേപ്സോ, ഇനി അതല്ല നിങ്ങൾക്ക് ചെറിയ ചിക്കൻ്റെ കുറച്ച് പീസുകൾ വെക്കാം, സാൽമണിൻ്റെ പീസുകൾ വെക്കാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വീറ്റ് ക്രാക്കറിൻ്റെ മുകളിലോട്ട് നമുക്ക് വെക്കാം. അപ്പം ഞാൻ പറഞ്ഞു തരാം എന്നാ ചെയ്യേണ്ടതെന്നുള്ളത്. കുറച്ച് സംഭവങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ സംഭവം എടുക്കുക, വീറ്റ് ക്രാക്കർ. ഓക്കെ, ഇതൊരു തരം ബിസ്ക്കറ്റാണ്. വലിയ പൈസയൊന്നും ഇല്ലെന്നേ, വലിയ പൈസയൊന്നുമില്ല. നമ്മൾ ഈ വലിയ പൈസയുടെ സംഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരുമോ, നമ്മൾ പക്കാ ലോക്കൽ. അപ്പോൾ ഇതുപോലുള്ള ബിസ്ക്കറ്റ് എടുക്കുക. ബിസ്ക്കറ്റ് എടുത്തു കഴിഞ്ഞ ശേഷം ഇതെടുക്കുക, സംഭവം എടുക്കുക. ഇപ്പോൾ ശില്പിക്ക് കൊതി വന്നാൽ ഇന്നലെ ഞാൻ കഴിച്ചപ്പോൾ ഇതിങ്ങനെ എടുക്കുന്നുണ്ട്. സ്പ്രെഡബിളാണിത്, ചെഡാറാണ്. ഇതിന് പല ഫ്ലേവറുകൾ കിട്ടും കേട്ടോ. ചെഡാറിൻ്റെ അല്ല വേറെ പലതും കിട്ടും. ഞാനിത് ചെഡാറിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് എടുക്കുക, എന്നിട്ട് നമ്മൾ ഇതിലിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഇത് കണ്ടോ, ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. ഈ തേച്ച് പിടിപ്പിക്കുന്നതിന് മുകളിൽ നമുക്ക് ഒന്നെങ്കിൽ ടൊമാറ്റോ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രേപ്സ് വെക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനിതിന് മുകളിൽ ഇങ്ങനെ എന്ത് ചെയ്തു, ഇങ്ങനെ ഗ്രേപ്സ് ഇങ്ങനെ വെച്ചു. കണ്ടോ, ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. നന്നായിട്ട് യോജിക്കുന്നത് ഗ്രേപ്സും ടൊമാറ്റോ ഒക്കെയാണ്. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചുമ്മാ അത് കഴിക്കാൻ നല്ല സുഖമല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ അങ്ങ് കഴിക്കുക. അപ്പം ഇതാണ് നല്ല ടേസ്റ്റാണ്. അപ്പം